ഹലോ ഗൈസ്, ഇപ്പം സമയം ഏകദേശം രാവിലെ 7 മണിയാണ് കേട്ടോ. ഞാൻ ഈ ഒരു സമയത്ത് വീഡിയോ എടുക്കാനുള്ള ഉദ്ദേശം ഈ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതെന്താണെന്ന് വെച്ചാൽ, ഞാനിതിൻ്റെ മുന്നേ വല മേടിക്കാൻ പോയ ഒരു വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വല ഇങ്ങനെ 4 സൈഡും കെട്ടിയിട്ട് ഞങ്ങൾ തട്ടിക്കൂട്ടിയ ചെറിയൊരു കോഴി സെറ്റപ്പാണിത്. അപ്പം അതൊന്ന് കാണിച്ചു തരണമെന്ന് തോന്നി. അതിന് വേണ്ടിയിട്ടാണ് ഈ സമയത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത്. നമുക്ക് എന്തായാലും കാണാം. 10 മണിക്ക് എണീക്കുന്ന ഏട്ടനെ പോലും ഈ സമയത്ത് വിളിച്ചുണർത്തിയിട്ട് ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ട് നിർത്തിയേക്കാണ്. ഇതിനുള്ളിൽ തന്നെയാണ് കേട്ടോ കോഴിക്കോടും സെറ്റ് ചെയ്തിരിക്കണേ. കോഴീനെ തുറന്നിടാൻ പോവുകയാണേ. കുട്ടികൾ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കൂട് കണ്ടില്ലേ, 2 തട്ടായിട്ടുള്ള കൂടാണ്. മേലെ ഒരൊറ്റ അറയും താഴെ പാർട്ടീഷനായിട്ടാണ് വരുന്നത്. പക്ഷെ ഞങ്ങൾക്കൊക്കെ 3 കോഴികളേ ഉള്ളൂ, 2 പെടയും 1 പൂവനും. ഇത് ചെറിയ തോതിൽ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇനിയും കോഴികളെയൊക്കെ മേടിച്ച് മുട്ടയൊക്കെ വിരിയിച്ച് കുറച്ചും കൂടെ വിപുലമായ രീതിയിൽ ഇത് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ വെള്ളം കൊടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് പാത്രമൊക്കെ നല്ലോണം കഴുകിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു കുപ്പിയിൽ ഞാൻ വെള്ളം എടുത്തിട്ട് ആ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കൂട്ടിൽ നിന്ന് ഇറങ്ങിയ പാടെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളപ്പാത്രം തിരഞ്ഞാണ് വരിക. ഇനി നമുക്ക് തിന്നാൻ വേണ്ടി കൊടുക്കണം. തിന്നാൻ എല്ലാ സാധനങ്ങളും ഞങ്ങൾ കൊടുക്കാറുണ്ട്. ചോറ്, അരി, ഗോതമ്പ്, അതുപോലത്തെ രാവിലത്തെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ അത്, അതായത് രാവിലെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കും. അതുപോലെ കോഴിത്തീറ്റ വാങ്ങിയിട്ടുണ്ട്. ഈ അരിയുടെയും ചോറിൻ്റെയും കൂടെയൊക്കെ കോഴിത്തീറ്റ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കാറ്. അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ കോഴിത്തീറ്റ ഉള്ളത് കൊണ്ട് വേഗം തിന്നോളും. അപ്പോൾ ഞാൻ കോഴിക്ക് വെള്ളവും അതിൻ്റെ തീറ്റയൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലോണം തിന്നുന്നുണ്ട്. തിന്നാൻ വേണ്ടിയിട്ട് അരിയും കോഴിത്തീറ്റയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുത്തത്. പിന്നെ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇതിനെ മേയാൻ വേണ്ടി വിടുന്നത്, പുറത്തേക്കൊന്നും വിടുന്നില്ല. ആ സമയത്താണ് അമ്മ വന്നിട്ട് അപ്പുറത്തൊരു വാഴ വീണെടുക്കുന്നുണ്ട്. അതിൽ ഉണ്ണിക്കാമ്പ് ഉണ്ടാവും, അതായത് വാഴപ്പിണ്ടി. നിങ്ങളവിടേക്ക് എന്താ പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ഇവിടെ ഉണ്ണിക്കാമ്പ് എന്നാണ് പറയുക. ഇതൊക്കെ എൻ്റെ വെറും പട്ടിഷമാണ് കേട്ടോ. ഈ ചൂട് കാലത്ത് കോഴികൾക്ക് ഉണ്ണിക്കാമ്പ് കൊടുക്കുന്നത് നല്ലതാണത്രേ, കാരണം അതിൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണല്ലോ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാനിതാ വാഴ പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ണിക്കാമ്പ് എടുക്കുന്ന പണിയിലാണ്. കോഴിക്ക് മാത്രമല്ല, നമുക്കും ഇത് ഉപ്പേരി വെച്ച് തിന്നാം. വറവൊക്കെ ഇട്ട് ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റാണിത്. ചെറുതായിട്ട് നുറുക്കി മണി പോലെ അരിഞ്ഞെടുക്കണം. ആ ഒരു പണി മാത്രമേ ഉള്ളൂ. ഇത് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇത് ഉപ്പേരി വയ്ക്കുക. കുറച്ച് ഭാഗം കോഴിക്കുള്ളത് ഞാൻ ഇങ്ങോട്ട് എടുത്ത് ബാക്കി ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. കോഴിക്കുള്ളത് ഞാനിവിടെ അരിയുന്നുണ്ട്. നമ്മൾ ഉപ്പേരിക്ക് അരിയുന്ന പോലെ തന്നെ ചെറുതാക്കി നുറുക്കിയിട്ട് തന്നെയാണ് അരിയുന്നത്. കോഴി ഫാമായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ തോതിലോ കോഴീനെ വളർത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത് വേറെ ഒന്നിനല്ല, എന്തെങ്കിലും സജഷൻസ് ഞങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. അരിഞ്ഞ സാധനം എന്തായാലും ഞാൻ കോഴിക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇട്ട് കൊടുത്ത് നോക്കാൻ തോന്നുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറേ കോഴീനെ വാങ്ങണം, മുട്ട വിരിയിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ട് അഫോർഡബിൾ പ്രൈസിൽ ആരെങ്കിലും കോഴീനെ കൊടുക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. കോഴിക്കോട് എവിടെയാണെങ്കിലും ഞങ്ങൾ അവിടെ വന്ന് വാങ്ങിക്കുന്നതാണ്. ഞാനിത് ഇട്ട് കൊടുത്തിട്ട് അത് നോക്കുന്ന പോലുമില്ല. അപ്പോൾ ഏട്ടൻ പോയിട്ട് ബാക്കിലൂടെ വന്നിട്ട് അതിനെ ഇങ്ങോട്ട് ആട്ടി കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ പോകുന്നത് വരെ ആ ഉണ്ണിക്കാമ്പ് അവിടെ നിന്ന് ഇറ്റുങ്ങൾ തിന്നിട്ടില്ല. തിന്നുമായിരിക്കും എന്ന പ്രതീക്ഷയിൽ നമുക്കിങ്ങോട്ട് പോരാം. വൈകുന്നേരം വരെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണിത്. ഇവിടെ ഇണങ്ങി വരുന്നേ ഉള്ളൂ. എന്നാലും ഒരു 6 മണി 6:30 ആകുമ്പോൾ ഒറ്റയ്ക്ക് തന്നെ ഇപ്പോൾ കൂട്ടിലൊക്കെ കയറുന്നുണ്ട്. അപ്പം ഞാൻ ഐറ്റിങ്ങളെന്തായാലും സ്വസ്ഥമായിട്ട് വിട്ടിട്ടുണ്ട്. നമുക്ക് വർക്കിന് പോകണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ പണി നോക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ചാച്ചാ.